നമസ്കാരം. പ്രവാസികളുടെ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനത്തിന് പിന്നാലെ ഇറാന്റെ മനുഷ്യ കവചം കുട്ടികളെയും സ്ത്രീകളെയും മുൻനിർത്തി ഇറാനിൽ പ്രതിരോധം തുടങ്ങി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ സമയപരിധി അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങൾ സംരക്ഷിക്കാൻ മനുഷ്യ കവചം, അതായത് ഹ്യൂമൻ ഷീൽഡ് ഒരുക്കി ഇറാൻ. രാജ്യത്തെ പ്രധാന പാലങ്ങൾക്കും വൈദ്യുതി നിലയങ്ങൾക്കും ചുറ്റും ആയിരക്കണക്കിന് സ്ത്രീകളെയും കുട്ടികളെയും ഭരണകൂട അനുകൂലികളെയും അണിനിരത്തിയിരിക്കുകയാണ് ഇറാന്റെ മുള്ള ഭരണകൂടം. മനുഷ്യ കവചം അല്ലെങ്കിൽ ഓപ്പറേഷൻ ഹ്യൂമൻ ഷീൽഡ് എന്ന് പറയുമ്പോൾ അമേരിക്ക ലക്ഷ്യം വെക്കാൻ സാധ്യതയുള്ള വൈദ്യുതി നിലയങ്ങൾക്കും പാലങ്ങൾക്കും ചുറ്റും ജനങ്ങളെ അണിനിരത്തി ആക്രമണം തടയാനാണ് ഇറാന്റെ നീക്കം. ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. കുട്ടികളെയും ഉപയോഗിക്കുന്നു എന്നാണ് മാധ്യമങ്ങൾ പുറത്തുവിട്ട ചിത്രങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. കൊച്ചു കുട്ടികൾ പോലും വൈദ്യുതി നിലയങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് കാണാം. ഒരു പെൺകുട്ടി പിടിച്ചിരിക്കുന്ന ബോർഡിൽ മാതൃഭൂമിക്കായി എന്റെ ശരീരം ഞാൻ ബലിയർപ്പിക്കുന്നു എന്ന പേർഷ്യൻ ഭാഷയിൽ എഴുതിയിട്ടുണ്ട്. നിർബന്ധിത പങ്കാളിത്തം എന്ന് പറയുമ്പോൾ ഭരണകൂടം ആഹ്വാനം ചെയ്ത ഈ നീക്കത്തിന് എല്ലായിടത്തു നിന്നും വലിയ ജനപിന്തുണ ലഭിക്കുന്നില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. ചിലയിടങ്ങളിൽ ആളുകൾ എത്താതിരുന്നതിനെ തുടർന്ന് വൈദ്യുതി നിലയങ്ങളിലെ ജീവനക്കാരെ നിർബന്ധപൂർവ്വം ഗേറ്റുകൾക്ക് മുന്നിൽ അണിനിരത്തിയതായി ഇസ്രയേലി മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഇസ്രയേൽ ഇന്ന് ഉച്ചയോടെ ഇറാന്റെ മറ്റൊരു പാലം കൂടി തകർത്തു. പ്രാദേശിക സമയം രാത്രി 9 മണിക്ക് ശേഷം ട്രെയിൻ യാത്രകൾ ഒഴിവാക്കണമെന്ന് ഇസ്രായേൽ ഇറാനിലെ യാത്രക്കാർക്ക് അല്ലെങ്കിൽ സാധാരണക്കാർക്ക് കർശന മുന്നറിയിപ്പ് നൽകി. യാത്രക്കാരുടെ ജീവൻ അപകടത്തിലാണെന്നും മുന്നറിയിപ്പ് പറയുന്നുണ്ട്. പ്രധാന കേന്ദ്രങ്ങൾക്ക് ചുറ്റും ജനങ്ങൾ തടിച്ചുകൂടിയിരിക്കുന്നത് അമേരിക്കൻ വ്യോമാക്രമണത്തെ എങ്ങനെ ബാധിക്കുമെന്ന് വ്യക്തമല്ല. സാധാരണക്കാർ ഉള്ള സ്ഥലങ്ങളിൽ അന്താരാഷ്ട്ര നിയമപ്രകാരം ആക്രമണം നടത്താൻ പരിമിതികളുണ്ട്. എന്നാൽ ഇത് ഭരണകൂടം ആസൂത്രണം ചെയ്ത ഒരു നീക്കമായതിനാൽ അമേരിക്കയുടെ നിലപാട് എന്തായിരിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ട്രംപിന്റെ കൗണ്ട് ഡൗൺ അവസാനിക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ രാത്രി ഇറാൻ എന്ന രാജ്യം വലിയൊരു ദുരന്തത്തെ അഭിമുഖീകരിക്കുമോ അതോ സംഘർഷം ഒഴിവാകുമോ എന്ന ഭീതിയിലാണ് ലോകം. ഏപ്രിൽ 7 ചൊവ്വാഴ്ച തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയ ട്രൂത്ത് സോഷ്യൽ വഴിയാണ് ട്രംപ് അതീവ ഗുരുതരമായ മുന്നറിയിപ്പ് നൽകിയത്. ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇറാൻ സർക്കാരിന് ട്രംപ് ഇന്ന് രാത്രി 8 മണി വരെ സമയം അനുവദിച്ചുകൊണ്ടുള്ള അന്ത്യശാസനം നൽകിയത്. ഈ സമയപരിധിക്കുള്ളിൽ ഇറാൻ വഴങ്ങിയില്ലെങ്കിൽ ഇന്ന് രാത്രി ഒരു വലിയ സംസ്കാരം തന്നെ അവസാനിക്കും. അത് പിന്നീട് ഒരിക്കലും തിരിച്ചു വരില്ല എന്നാണ് ട്രംപ് കുറിച്ചത്. ഇറാൻ എന്ന രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന രീതിയിലുള്ള ആക്രമണം ഉണ്ടാകുമെന്ന സൂചനയാണ്. ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ, പാലങ്ങൾ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ തകർക്കുമെന്ന് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. വെറും 4 മണിക്കൂറിനുള്ളിൽ ഇത് നടപ്പിലാക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുമെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഇറാനിലെ ഇസ്ലാമിക് ഭരണകൂടത്തിന്റെ 47 വർഷത്തെ ഭരണം ഇതോടെ അവസാനിക്കുമെന്നും ട്രംപ് തന്റെ പോസ്റ്റിൽ പറയുന്നുണ്ട്. എന്നാൽ ആഗോളതലത്തിലുള്ള പ്രതികരണം നോക്കിയാൽ ട്രംപിന്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്നുണ്ട്. 9 കോടിയിലധികം വരുന്ന ജനങ്ങളുള്ള ഒരു രാജ്യത്തെ മുഴുവനായി നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് യുദ്ധക്കുറ്റമാണെന്ന് ഡെമോക്രാറ്റിക് പാർട്ടി നേതാക്കളും അംനസ്റ്റി ഇന്റർനാഷണൽ ഉൾപ്പെടെയുള്ള മനുഷ്യാവകാശ സംഘടനകളും കുറ്റപ്പെടുത്തി. ഈ സംഘർഷം കാരണം ആഗോള വിപണിയിൽ എണ്ണവില വർദ്ധിക്കുകയും ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ വ്യവസായ മേഖലയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ലോകം മുഴുവൻ അതീവ ജാഗ്രതയോടെയാണ് ഈ സാഹചര്യത്തെ നോക്കിക്കാണുന്നത്. അമേരിക്കൻ സമയം ഇന്ന് രാത്രി 8 മണിയോടെ, അതായത് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 5:30 അല്ലെങ്കിൽ ജർമ്മൻ സമയം 2 മണിക്കുമാണ് ഇറാൻ എന്ത് നിലപാടെടുക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും അടുത്ത നീക്കങ്ങൾ. അതേസമയം ഇറാനിലെ കാർഗ് ദ്വീപിൽ ആക്രമണം നടത്തിയെന്ന് സ്ഥിരീകരിച്ച US പ്രസിഡന്റ് JD വാൻസ് ഇറാനിലെ റെയിൽവേയും പാലങ്ങളും ആക്രമിച്ചതായും ഇസ്രായേൽ പ്രധാനമന്ത്രി അറിയിച്ചു. ഹോർമൂസ് തുറക്കാൻ യുഎന്നിലെത്തിയ പ്രമേയം വീറ്റോ ചെയ്ത റഷ്യയും ചൈനയും. ഹോർമൂസ് കടലിടുക്ക് തുറക്കണമെന്നാവശ്യപ്പെട്ട് UN രക്ഷാസമിതിയിൽ അവതരിപ്പിച്ച പ്രമേയം വീറ്റോ ചെയ്ത് റഷ്യയും ചൈനയും. 11 രാജ്യങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ചപ്പോൾ 2 രാജ്യങ്ങൾ വിട്ടുനിന്നു. ബഹ്റൈനാണ് പ്രമേയം കൊണ്ടുവന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള വാണിജ്യ ഗതാഗതം സംരക്ഷിക്കാൻ ലോകരാജ്യങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെടുന്നതായിരുന്നു പ്രമേയം. അതേസമയം അടുത്ത 48 മണിക്കൂർ പുറത്തിറങ്ങരുതെന്ന് ഇറാനിലെ ഇന്ത്യക്കാർക്ക് കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ എവിടെയാണോ അവിടെ തന്നെ അടുത്ത 48 മണിക്കൂർ തുടരുകയെന്നാണ് കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയത്. രാജ്യത്തെ നിലവിലെ സുരക്ഷാ സാഹചര്യം മുൻനിർത്തി പൗരന്മാരും പ്രവാസികളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. മുൻകരുതൽ നടപടിയുടെ ഭാഗമായി ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ ബുധനാഴ്ച പുലർച്ചെ വരെ, അതായത് 6 മണി വരെ എല്ലാവരും വീടുകളിൽ തന്നെ തുടരണമെന്ന് മന്ത്രാലയം അഭ്യർത്ഥിച്ചു. രാജ്യത്തെ വാർത്താവിനിമയം തടസ്സപ്പെട്ടെന്ന് മാത്രമല്ല ഇറാൻ ജനത കടുത്ത ഭീതിയിലാണ്. ഇറാൻ
നിന്നുള്ള വിവരങ്ങൾ പുറം ലോകത്തേക്ക് എത്തുന്നത് നിലവിൽ അതീവ ദുഷ്കരമായിരിക്കുകയാണ്. രാജ്യത്തെ നിലവിലെ അവസ്ഥയെക്കുറിച്ചുള്ള വിവരങ്ങൾ കുറയുകയാണ്. ഇന്റർനെറ്റ് നിയന്ത്രണം നേരത്തെ തന്നെ ഉള്ളതിനാൽ ഇറാനിൽ ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് കടുത്ത പരിധി വച്ചിരിക്കുകയാണ്. അതിനാൽ രാജ്യത്തിനകത്തെ യഥാർത്ഥ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള വിശ്വസനീയമായ വിവരങ്ങൾ ലഭിക്കാൻ പ്രയാസമാണ്. യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇറാൻ ജനത മുൻകരുതലുകൾ എടുത്തിരുന്നു. അടിയന്തര സാഹചര്യങ്ങൾക്കായി എമർജൻസി ബാഗുകൾ തയ്യാറാക്കുകയും ഭക്ഷണ സാധനങ്ങളും മറ്റും ശേഖരിച്ചു വെക്കുകയും ചെയ്തിട്ടുണ്ട്. നഗരങ്ങളിൽ ആക്രമണം ഉണ്ടാകുമെന്ന ഭയം ഉണ്ടായതിനെ തുടർന്ന് പലരും ഉൾനാടൻ ഗ്രാമങ്ങളിലേക്ക് പലായനം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. ഇറാന്റെ നിലവിലെ തന്ത്രം അതീവ അപകടകരമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. അമേരിക്കൻ ആക്രമണത്തെ പ്രതിരോധിക്കാൻ സൈനികമായി വലിയ ശേഷിയില്ലാത്തതിനാൽ സാധാരണക്കാർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം, അതായത് കൊളാറ്ററൽ ഡാമേജ് ഉണ്ടാക്കി അത് അന്താരാഷ്ട്ര തലത്തിൽ പ്രചാരണ ആയുധമാക്കാനാണ് മുള്ള ഭരണകൂടം ശ്രമിക്കുന്നത്. ഭരണകൂടം ജനങ്ങളെ മനഃപൂർവ്വം അപകടത്തിലേക്ക് തള്ളിവിടുകയാണെന്ന വിമർശനവും ഇതിനോടകം ഉയർന്നിട്ടുണ്ട്. ഇറാൻ കീഴടങ്ങാനോ ലോക വ്യാപാരത്തിന് നിർണായകമായ ഹോർമൂസ് കടലിടുക്ക് തുറന്നുകൊടുക്കാനോ തയ്യാറായില്ലെങ്കിൽ കടുത്ത നടപടി ഉണ്ടാകുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഈ ഭീഷണി വെറുമൊരു വാക്കല്ലെന്നും അമേരിക്കൻ സൈന്യത്തിന് ഇത് നടപ്പിലാക്കാൻ ആവശ്യമായ ശേഷിയുണ്ടെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. എന്നാൽ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ആഗോളതലത്തിൽ എപ്രകാരമായിരിക്കുമെന്നതിനെ കുറിച്ചുള്ള ബിസിനസ് ലോകവും മറ്റ് രാജ്യങ്ങളും കടുത്ത ആശങ്കയിലാണ്. ഇറാൻ ഭരണകൂടം നിലവിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ടില്ലാത്തതിനാൽ ഈ സമയപരിധി കഴിയുന്നതോടെ മേഖലയിൽ വലിയൊരു യുദ്ധത്തിന് തുടക്കമാകുമോ എന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. അതേസമയം ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ അന്ത്യശാസനം നൽകിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ മറുപടിയുമായി എത്തി. രാജ്യത്തിനു വേണ്ടി ജീവൻ ത്യജിക്കാൻ തയ്യാറായി 14 ദശലക്ഷത്തിലധികം ഇറാനിയൻ പൗരന്മാർ സന്നദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ യുദ്ധം കൊടുമ്പിരിക്കൊള്ളുന്നതിനിടെ ഇറാനെ ആശങ്കയിലാഴ്ത്തി പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ മകൻ മോജ്തബ ഖമേനി അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നു. മോജ്തബ ഖമേനി നിലവിൽ അബോധാവസ്ഥയിലാണെന്നും രാജ്യത്തിന്റെ സുപ്രധാനമായ ഭരണപരമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നുമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ രാത്രി എങ്ങനെ കടന്നു പോകുമെന്നുള്ള ഒരു ഭയാശങ്കയിലാണ് ലോകം. ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നത് ഇനി കുറ്റകരമല്ലാതാകുമോ? ഇതാണ് ഇപ്പോൾ ജർമ്മനിയിൽ ഒരു നിയമ പരിഷ്കാരത്തിന് നീക്കം തുടങ്ങിയിരിക്കുന്നത്. ജർമ്മനിയിൽ ബസ്സിലും ട്രെയിനിലും ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്താൽ ഇനി ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരില്ലെന്നാണ് സൂചന. ടിക്കറ്റ് ഇല്ലാത്ത യാത്രയെ ഫെയർ ഡോഡ്ജിംഗ്, അതായത് ക്രിമിനൽ കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനെ കുറിച്ച് ഗൗരവകരമായ ചർച്ചകൾ ജർമ്മൻ നീതിന്യായ മന്ത്രാലയത്തിൽ ആരംഭിച്ചു. ജർമ്മനിയിൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്ന, അതായത് ഷ്വാർട്സ്ഫാറൻ, നിലവിൽ ക്രിമിനൽ കുറ്റമാണ്. ഇതിന് പിഴയെടുക്കാൻ കഴിയാത്തവർക്ക് ജയിൽ ശിക്ഷ വരെ ലഭിക്കാറുണ്ട്. പ്രതിവർഷം 7000 മുതൽ 9000 വരെ ആളുകൾ ഇത്തരത്തിൽ ജയിലിലാകുന്നുണ്ടെന്നാണ് കണക്ക്. ഫെഡറൽ നീതിന്യായ മന്ത്രി സ്റ്റെഫാനി ഹൂബിക് ഈ നിയമത്തിന്റെ പ്രസക്തിയെ ചോദ്യം ചെയ്തു. ടിക്കറ്റ് എടുക്കാൻ പണമില്ലാത്ത പാവപ്പെട്ടവരെ ജയിലിലടയ്ക്കുന്നത് ശരിയായ നടപടിയാണോ എന്നാണ് അവർ ചോദിക്കുന്നത്. നിയമപരിഷ്കാരത്തെ അനുകൂലിക്കുന്നവരുടെ വാദങ്ങൾ നോക്കിയാൽ ടിക്കറ്റ് ഇല്ലാത്ത യാത്ര ചെയ്യുന്നവരിൽ ഭൂരിഭാഗവും ഭവനരഹിതരോ തൊഴിലില്ലാത്തവരോ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരോ ആണ്. നിലവിലെ നിയമം വഞ്ചനയല്ല, മറിച്ച് ദാരിദ്ര്യത്തെയാണ് ശിക്ഷിക്കുന്നതെന്ന് സാമൂഹ്യ പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നു. ടിക്കറ്റ് ഇല്ലാതെ യാത്രക്കാരെ ജയിലിലടയ്ക്കുന്നതും അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനും സർക്കാരിന് പ്രതിവർഷം ഏകദേശം 200 മില്യൺ യൂറോയുടെ ചെലവുണ്ടാകുന്നുണ്ട്. ജീവനക്കാരുടെ കുറവ് നേടുന്ന കോടതികൾക്കും ജയിലുകൾക്കും ഇത്തരം കേസുകൾ ഇപ്പോൾ വലിയ ഭാരമാണ് സൃഷ്ടിക്കുന്നത്. അതേസമയം നിയമം മാറ്റുന്നതിനെ പോലീസ് യൂണിയൻ രംഗത്തെത്തിയിട്ടുണ്ട്. ടിക്കറ്റ് ഇല്ലാത്ത യാത്ര കുറ്റകരമല്ലാതാക്കുന്നത് ആളുകൾക്ക് നിയമത്തെക്കുറിച്ചുള്ള ഭയം ഇല്ലാതാക്കുമെന്നും ഇത് വലിയ രീതിയിലുള്ള ദുരുപയോഗത്തിന് കാരണമാകുമെന്നും പോലീസ് സംഘടന മുന്നറിയിപ്പ് നൽകുന്നു. അതേസമയം ഫ്രാങ്ക്ഫർട്ട്, കൊളോൺ, ഡ്രെസ്ഡൻ തുടങ്ങിയ ചില നഗരങ്ങൾ ഇതിനോടകം തന്നെ ടിക്കറ്റ് ഇല്ലാത്ത യാത്രക്കാരെ പോലീസിൽ അറിയിക്കുന്നത് നിർത്തലാക്കി കഴിഞ്ഞു. ഇവിടങ്ങളിൽ ശിക്ഷ പിഴയിൽ മാത്രം ഒതുങ്ങിയിരിക്കും. ജർമ്മനിയിലെ മുൻ സർക്കാരിന്റെ കാലത്ത് ഈ നിയമ പരിഷ്കാരം ചർച്ചയായിരുന്നെങ്കിലും രാഷ്ട്രീയ മാറ്റങ്ങൾ കാരണം അത് നടപ്പിലായില്ല. ബെർലിനിൽ പെൺകുട്ടികളെ ശല്യം ചെയ്ത ആളുകളെ ചോദ്യം ചെയ്ത യുവാവിന് ക്രൂരമർദ്ദനമേറ്റു. മുഖത്തെ അസ്ഥികൾ തകർന്നു. ഓടിക്കൊണ്ടിരുന്ന എസ്-ബാൻ ട്രെയിനിലാണ് യുവതികളെ ശല്യം ചെയ്ത് തടയാൻ ശ്രമിച്ച 39-കാരനെ 10-അംഗ സംഘം ക്രൂരമായി മർദ്ദിച്ചത്. ബെർലിനിലെ S46 ലൈൻ ട്രെയിനിലാണ് സംഭവം. വൈകുന്നേരം 7:30 ബെർലിൻ വിൽഡൌ സ്റ്റേഷന് സമീപം വെച്ചാണ് 10ഓളം വരുന്ന പുരുഷന്മാരുടെ സംഘം 2 യുവതികളെ ശല്യം ചെയ്യാൻ തുടങ്ങിയത്. ട്രെയിനിലുണ്ടായിരുന്ന 39 വയസ്സുകാരനായ ജർമ്മൻ പൗരൻ ഇത് ചോദ്യം ചെയ്യുകയും ശല്യം ചെയ്യുന്ന നിർത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിൽ പ്രകോപിതരായ സംഘം ഇദ്ദേഹത്തിന് നേരെ തിരിയുകയും ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു. മർദ്ദനമേറ്റ യുവാവ് ട്രെയിനിൽ നിന്നിറങ്ങി പുറത്തു വന്നിട്ടും മർദ്ദനം വീണ്ടും ലഭിച്ചുവെന്നാണ് പോലീസ് കേസ്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.
ജർമ്മനിയിലെ ശമ്പള വർധനവ് പുതിയ കണക്കുകൾ പുറത്തു വന്നു. ജർമ്മനിയിൽ ജോലി ചെയ്യുന്നവർക്കും ജോലി അന്വേഷിക്കുന്നവർക്കും ആശ്വാസം നൽകുന്ന പുതിയ ശമ്പള വിവരങ്ങൾ ഫെഡറൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പുറത്തുവിട്ടു. 2025 കണക്കുകൾ പ്രകാരം ജർമ്മനിയിലെ ശരാശരി ശമ്പളത്തിലും മീഡിയൻ ശമ്പളത്തിലും ഗണ്യമായ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാന ശമ്പള കണക്കുകൾ ഒറ്റനോട്ടത്തിൽ പറഞ്ഞാൽ മീഡിയൻ ശമ്പളം, അതായത് 2025 ബോണസ് ഉൾപ്പെടെയുള്ള വാർഷിക മീഡിയൻ ശമ്പളം 54,066 യൂറോ അല്ലെങ്കിൽ പ്രതിമാസം ഏകദേശം 4,500 യൂറോ ആണ്. മുൻവർഷത്തെ അപേക്ഷിച്ച് ഇതിൽ 1,907 യൂറോയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. അതേസമയം ശരാശരി ശമ്പളം, ആവറേജ് സാലറി, മുഴുവൻ സമയ ജീവനക്കാരുടെ ശരാശരി വാർഷിക ശമ്പളം 64,441 ആണ്. മുൻവർഷം ഇത് 67,235 യൂറോ ആയിരുന്നു. ശരാശരി ശമ്പളവും മീഡിയൻ ശമ്പളവുമായ 54,066 തമ്മിലുള്ള വലിയ വ്യത്യാസം സൂചിപ്പിക്കുന്നുണ്ട്. രാജ്യത്തെ ഉയർന്ന വരുമാനക്കാരുടെ ശമ്പളം മൊത്തത്തിലുള്ള ശരാശരി കണക്കിനെ മുകളിലേക്ക് ഉയർത്തുന്നു എന്നാണ്. മറ്റ് തൊഴിലാളികൾക്കിടയിൽ ശമ്പളം എപ്രകാരമാണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് 70% മുഴുവൻ സമയ ജീവനക്കാർക്കും 44,215 അതിലധികമോ ശമ്പളം വാങ്ങുന്നവരാണ്. അതായത് ഏകദേശം 44,000 യൂറോ ശമ്പളം ലഭിക്കുന്ന ഒരാൾ രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ വരുമാനം ലഭിക്കുന്ന 30% ആളുകളുടെ പട്ടികയിലായിരിക്കും ഉൾപ്പെടുക. അതേസമയം ഉയർന്ന വരുമാനമുള്ളവരെ പറ്റി പറയുമ്പോൾ രാജ്യത്തെ ഏറ്റവും ഉയർന്ന വരുമാനം ലഭിക്കുന്ന 10% ആളുകൾ, അതായത് പ്രതിവർഷം 1,719 യൂറോയ്ക്ക് മുകളിൽ സമ്പാദിക്കുന്നവരാണ്. ഏറ്റവും മുകളിലുള്ള 1% പേരുടെ വരുമാനം 2,19,110 യൂറോ കവിയും. ഇനി കുറഞ്ഞ വരുമാനം നോക്കിയാൽ ഏറ്റവും താഴെയുള്ള 10% ജീവനക്കാരുടെ വാർഷിക വരുമാനം 33,828 യൂറോയിൽ താഴെയാണ്. മേഖലകളും വ്യവസായങ്ങളും തിരിച്ചുള്ള മാറ്റങ്ങളെ പറ്റി പറയുമ്പോൾ റിപ്പോർട്ട് പ്രകാരം ജർമ്മനിയിലെ വിവിധ മേഖലകൾ തമ്മിൽ ശമ്പളത്തിൽ വലിയ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കിഴക്ക് പടിഞ്ഞാറൻ ജർമ്മനിയിലെ ജീവനക്കാർ ശരാശരി 55,435 യൂറോ സമ്പാദിക്കുമ്പോൾ കിഴക്കൻ ജർമ്മനിയിൽ, അതായത് ബെർലിനിലൊഴികെ ഇത് 46,013 യൂറോ മാത്രമാണ്. ഏകദേശം 9,422 യൂറോയുടെ വ്യത്യാസം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മ്യൂണിക്ക്, ഫ്രാങ്ക്ഫർട്ട് തുടങ്ങിയ നഗരങ്ങളുടെ പ്രാന്ത പ്രദേശങ്ങളിലാണ് ഏറ്റവും ഉയർന്ന ശമ്പളം ലഭിക്കുന്നത്. ഏറ്റവും കൂടുതൽ ശമ്പളം ലഭിക്കുന്ന മേഖലകൾ നോക്കിയാൽ ഊർജ്ജ മേഖല, അതായത് എനർജി മേഖലയിൽ 77,522 യൂറോ മീഡിയനായി ലഭിക്കും. ഫിനാൻഷ്യൽ ആൻഡ് ഇൻഷുറൻസ് മേഖല നോക്കിക്കഴിഞ്ഞാൽ 76,594 യൂറോ മീഡിയനായി ലഭിക്കും. കുറഞ്ഞ ശമ്പളം ലഭിക്കുന്ന മേഖലകൾ നോക്കിയാൽ ഹോസ്പിറ്റാലിറ്റി 35,545 യൂറോ ലഭിക്കും. കൃഷി അല്ലെങ്കിൽ വനം അല്ലെങ്കിൽ മത്സ്യബന്ധനം നോക്കിക്കഴിഞ്ഞാൽ 35,680 യൂറോയാണ്. നിലവിൽ ജർമ്മനിയിൽ പ്രതിവർഷം 80,000 യൂറോ വരുമാനമുള്ള ഒരാൾ ഏറ്റവും ഉയർന്ന വരുമാനം ലഭിക്കുന്ന 20% ആളുകളുടെ പട്ടികയിൽ ഉൾപ്പെടുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. എന്തായാലും ജർമ്മനിയിലെ വരുമാനത്തിന്റെ കാര്യത്തിൽ മലയാളികളും ഒട്ടും മോശക്കാരല്ല. നല്ല നിലയിൽ നല്ല പൊസിഷനിൽ ജോലി നോക്കുന്ന ഇവിടുത്തെ രണ്ടാം തലമുറക്കാർ ഒത്തിരി യുവജനങ്ങളുണ്ട്. ഇവരൊക്കെ തന്നെ 1,00,000 മുകളിൽ യൂറോ സമ്പാദിക്കുന്നവരാണ്. അതേസമയം ആരോഗ്യ മേഖലയിൽ, നഴ്സിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ കൂടി പ്രതിവർഷം 40,000 മുകളിലാണ് വരുമാനം ലഭിക്കുന്നത്. എന്നാൽ ചില കാറ്റഗറിയിൽ നഴ്സുമാരാണെങ്കിൽ കൂടി 4,500 യൂറോയിൽ കൂടുതൽ ലഭിക്കുന്നവരും പ്രത്യേക പരിശീലനം നേടിയവർക്കാണ് ഇത്തരത്തിലുള്ള ശമ്പളം ലഭിക്കുന്നത്. ഈസ്താംബൂളിലെ ഇസ്രായേൽ കോൺസുലേറ്റിന് മുന്നിലുണ്ടായ വെടിവയ്പിൽ നിരവധി ആളുകൾ മരിച്ചതായി റിപ്പോർട്ട്. ഈസ്താംബൂളിലെ സാമ്പത്തിക കേന്ദ്രമായ ലെവന്റ് ജില്ലയിലെ യാപ്പിക്രഡി പ്ലാസയ്ക്ക് മുന്നിലാണ് ആക്രമണം ഉണ്ടായത്. ഈ കെട്ടിടത്തിലാണ് ഇസ്രായേൽ കോൺസുലേറ്റ് പ്രവർത്തിക്കുന്നത്. തോക്കുമായി എത്തിയ 3 അക്രമികൾ കോൺസുലേറ്റിന് കാവൽ നിന്നിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് വെടിയുതിർത്തത്. പോലീസുമായി ഉണ്ടായ വെടിവയ്പിൽ 3 അക്രമികളെയും വധിച്ചതായി തുർക്കി ആഭ്യന്തരമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ സിവിൽ ആണവ പദ്ധതിയിൽ നിർണായകമായ ഒരു നാഴികക്കല്ല് കൂടി പിന്നിട്ടു. തമിഴ്നാട്ടിലെ കൽപ്പാക്കത്തുള്ള മദ്രാസ് അറ്റോമിക് പവർ സ്റ്റേഷനിലെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ പ്രവർത്തനക്ഷമമായി. അതായത് റിയാക്ടറിനുള്ളിൽ സ്വയം നിയന്ത്രിതമായി ഒരു ആണവ ശൃംഖല പ്രതിപ്രവർത്തനം നിലനിർത്താൻ ഇപ്പോൾ സാധിക്കുന്നുണ്ട്. ഭാരതീയ നഭിനക്കിയ വിദ്യുത് നിഗം ലിമിറ്റഡ് ആണ് ഈ അത്യാധുനിക റിയാക്ടർ വികസിപ്പിച്ചെടുത്തത്. തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ്, അതായത് പൂർണ്ണമായും ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത ഈ സാങ്കേതിക വിദ്യ ആഗോള തലത്തിൽ തന്നെ ഇന്ത്യയുടെ കരുത്ത് തെളിയിക്കുന്നതാണ്. നോർത്തേൺ അയർലൻഡിൽ ഗർഭമലസൽ നേരിടുന്നവർക്ക് പുതിയ അവധി നിയമം പ്രാബല്യത്തിലായി. ഗർഭമലസൽ സംഭവിക്കുന്ന ദമ്പതികൾക്ക് ആശ്വാസമായി 2022, അതായത് ഏപ്രിൽ 6 മുതൽ നോർത്തേൺ അയർലൻഡിൽ പുതിയ നിയമം നിലവിൽ വന്നു. ഇതിന്റെ പ്രധാന വശങ്ങൾ നോക്കിയാൽ ശമ്പളത്തോടുകൂടിയ അവധി ഗർഭമലസുന്ന സ്ത്രീകൾക്കും അവരുടെ പങ്കാളികൾക്കും 2 ആഴ്ചത്തെ ശമ്പളത്തോടുകൂടിയ അവധിക്ക് അർഹതയുണ്ടാകും. എല്ലാ ഘട്ടങ്ങളിലും ഗർഭധാരണത്തിന്റെ ഏത് ഘട്ടത്തിൽ ഗർഭം അലസൽ സംഭവിച്ചാലും ഈ ആനുകൂല്യം ലഭിക്കും. ആഴ്ചയിൽ
ആഴ്ചയിൽ 194 പൗണ്ട് അല്ലെങ്കിൽ പ്രതിവാര വേതനത്തിന്റെ 90% എന്നിവയിൽ ഏതാണോ കുറവ് ആ തുകയായിരിക്കും ലഭിക്കുക. ഈ 2 ആഴ്ചക്കാലത്ത് ലീവ് ഒരുമിച്ച് 2 ആഴ്ചയോ അതല്ലെങ്കിൽ ഗർഭം അലസിയതിനു ശേഷം 56 ആഴ്ചകൾക്കുള്ളിൽ 2 വ്യത്യസ്ത ആഴ്ചകളിലായോ എടുക്കാവുന്നതാണ്. ഇതിനായി ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ഹാജരാക്കേണ്ടതില്ല എന്നതാണ് ഇതിന്റെ പ്രത്യേകത. 1-ാം ദിവസം മുതൽ ജോലി പ്രൊവൈസ് എത്ര കുറഞ്ഞ കാലയളവാണെങ്കിലും ഈ അവധിക്ക് ജീവനക്കാർ അർഹരാണ്. മുൻപുണ്ടായിരുന്ന 26 ആഴ്ചത്തെ പ്രവൃത്തി പരിചയം എന്ന നിബന്ധന ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുകയാണ്. അവധി ലഭിക്കുന്നതിന് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് പോലുള്ള കടുത്ത തെളിവുകൾ ആവശ്യമില്ല. ജീവനക്കാർക്ക് സ്വന്തം നിലയിൽ വിവരം തൊഴിലുടമയെ അറിയിച്ചാൽ മതിയാകും. UK-യിൽ ഇത്തരമൊരു നിയമം നടപ്പിലാക്കുന്ന ആദ്യ മേഖലയാണ് നോർത്തേൺ അയർലൻഡ്. ഗർഭമലസലിനെ ഒരു ആരോഗ്യ പ്രശ്നമായി മാത്രം കാണാതെ അതൊരു വേർപാടായി അംഗീകരിക്കുന്നു എന്നതാണ് ഈ നിയമത്തിന്റെ പ്രത്യേകത. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി സന്ദർശിക്കാൻ. നന്ദി, നമസ്കാരം.